ശുഭംബാൻ ശുക്ലയൊക്കെ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലും രാജ്യത്തിന് മുഴുവൻ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ മിഷൻ മായങ്കിനെ പറ്റി വീണ്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഡെയിലി പത്രം വായിക്കുന്ന അല്ലെങ്കിൽ ടി വിയിലൊക്കെ ചാന്ദ്രയാൻ മിഷനെ പറ്റിയിട്ടൊക്കെ കേൾക്കുന്ന, സ്പേസ് റിസർച്ച് സെന്ററിനെ പറ്റിയിട്ടൊക്കെ അറിയുന്ന ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ഒരു സ്വപ്നമായിരിക്കും നമുക്ക് ഒരിക്കൽ ചന്ദ്രനിൽ കാലുകുത്തണം എന്നുള്ളത്. അപ്പോൾ സാർ എങ്ങനെയാണ് ഇങ്ങനൊരു പ്ലോട്ടിലേക്ക് എത്തുന്നത്? അത് നോവലാക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഈ ഒരു പ്ലോട്ടിലേക്ക് വരുന്നത് ശരിക്കും ഗഗൻയാൻ പ്രോജക്റ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം തന്നെയാണ്. കാരണം ഗഗൻയാൻ ഡിക്ലെയർ ചെയ്തു, അതിനു മുമ്പ് നമ്മൾ ഏറെക്കാലം അപ്പോളോ മിഷനെ പറ്റി ഒരുപാട് നമ്മൾ കേൾക്കുകയും അങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയും അതുപോലെയൊക്കെ ആവണമെന്ന്, നമ്മൾ എന്തുണ്ടെങ്കിലും ഇന്ത്യ പ്രോഗ്രസ് ചെയ്യണം, ഇന്ത്യ ഡെവലപ്പ് ആവണം, എല്ലാ ഫീൽഡിലും ഇന്ത്യ മുന്നിലേക്ക് വരണം എന്നാഗ്രഹമുള്ള ഒരാളായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഗഗൻയാൻ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ആശയമാണ്, എന്തുകൊണ്ട് ഇന്ത്യ മൂണിൽ ഒരു മാൻ ഓൺ ദ മൂൺ അല്ലെങ്കിൽ ഇന്ത്യൻ ഓൺ ദ മൂൺ എന്നൊരു പ്രോജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു പ്ലോട്ടിലേക്ക് എത്തിച്ചേർന്നത്. ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്താത്തത് ചിലപ്പോൾ ഫണ്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം, അത് വളരെ എക്സോബിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ് അതിന് ആവശ്യമുള്ളത്, പിന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പ്രശ്നം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഒരു ഇന്ത്യക്കാരനെ മൂണിൽ ലാൻഡ് ചെയ്യിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ആ പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടാവും, അതെങ്ങനെയായിരിക്കും ഒരു ലീഡർഷിപ്പ് കമ്മിറ്റ് ചെയ്യുക, അതെങ്ങനെയായിരിക്കും സയൻറ്റിസ്റ്റ് അതിനെ പ്രാക്ടിക്കലാക്കുക, അതിലുള്ള പൈലറ്റ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്തൊക്കെയായിരിക്കും എന്നൊക്കെ എൻ്റെ മനസ്സിലൂടെ കുറച്ച് കാലം കടന്നുപോയി. അങ്ങനെയാണ് ഈ ഒരു കഥയിലേക്കും ഈ ഒരു പ്ലോട്ടിലേക്കും ഞാൻ വന്നു ചേർന്നത്.